മറിച്ചു വിറ്റിരുന്നെങ്കിൽ മുത്തു ലക്ഷാധിപതിയാകുമായിരുന്നു. തന്നെക്കാൾ വലിയ കള്ളന്മാരാണ് ലോട്ടറി എല്ലാം അച്ചടിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മുത്തു ഏറെ താമസിയാതെ പോലീസിന്റെ പിടിയിലായി. കൊല്ലങ്കോട് കൊടുവായൂർ മേഖലകളിലെ ലോട്ടറി കടകളിൽ മുമ്പ് മുത്തു മോഷണം നടത്തിയിരുന്നു. കട ഏതായാലും ലോട്ടറി മോഷ്ടിച്ചാൽ ഫലം ഒന്നായിരിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതായത് ലോട്ടറി കള്ളന് വരെ കാലം വരെ അടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അടിക്കാം? അല്ല, ഇത് തന്നെ സ്വപ്നാണ് മനുഷ്യന്മാർ. അടിക്കുന്നില്ല. ആർക്കടിക്കുന്നത്? ദിവസേന അല്ല, ഞാൻ പറയട്ടെ, ദിവസേന 40 കോടി രൂപ കേരളത്തിൽ നിന്ന് പറ്റിപ്പിച്ച് കൊണ്ടുപോകുന്ന സിക്കിം ലോട്ടറിയിൽ എത്ര ആൾക്ക് കേരളത്തിൽ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട്? ഒരു ദിവസത്തിൽ, ഒരു കൊല്ലത്തിൽ 14,600 കോടി രൂപയാ കേരളത്തിൽ നിന്ന്. ഒരു കൊല്ലത്തിൽ 14,600 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നത്. എത്ര കടിച്ചു? നിങ്ങൾ ചിന്തിച്ചു നോക്കിയതിന്റെ ഗൗരവം എത്രയാണ്? പട്ടിണി പാവങ്ങൾ സ്വപ്നത്തിന്റെ പിന്നാലെ പോവുക. ഒരാർക്കും അടിക്കുന്നില്ല. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസം 40 കോടിയാണ് കൊണ്ടുപോകുന്നത്. എപ്പോഴെങ്കിലും ഒരാളെ കാണിക്കും. മാർട്ടിനുമായി ബന്ധപ്പെട്ടപ്പോൾ മാർട്ടിനോട് ചോദിച്ചു, ഇവര് ആർക്കാണ് ഈ അടുത്ത കാലത്ത് ഒന്നാം സമ്മാനം അടിച്ചത്? മാർട്ടിന്റെ കയ്യിൽ സിക്കിം ലോട്ടറി ഇവിടെ ഒന്നാം സമ്മാനം അടിച്ച ആളുകളുടെ വിലാസം മാർട്ടിന്റെ കയ്യിലില്ല. അതിന്റെ അർത്ഥം ഒന്നാം സമ്മാനം അടിക്കാറില്ല എന്നുള്ളതാണ്. തമാശയല്ല, അത് വ്യക്തമായ ചിത്രം ഈ പറയുന്നത്. ഇത് വ്യക്തമാണ്. വ്യക്തമല്ലെങ്കിൽ പിന്നെ മാർട്ടിന് ഇതിന് കേസ് കൊടുക്കാറില്ല. മിണ്ടിട്ടില്ല ഇതുവരെ. മുഅ്മിനീങ്ങളെ, സുഫഹാഉൽ അഹ്ലാം ഇത് വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറിയിട്ടുള്ള കളി കളിക്കുകയാണ്. ജനങ്ങൾ പൂർണ്ണമായി വിഡ്ഢിത്തത്തിലാണ്. ഒരു ജനത, അവർക്ക് കൃഷിയില്ല, അവർക്ക് നിർമ്മാണങ്ങളില്ല, ഒരു നിർമ്മാണമില്ലാത്ത പ്രവർത്തനം അവർ ചെയ്യുക. അവർ സ്വപ്നത്തിന്റെ പിന്നാലെ ജീവിക്കുക. എന്നെങ്കിലും തങ്ങള് താൻ ഏറ്റവും വലിയ ധനാഢ്യനാകും എന്നുള്ള ഒരു സ്വപ്നത്തിൽ പോവുക. അതിനേക്കാൾ വളരെ ഗൗരവമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സിക്കിം ലോട്ടറി സത്യത്തില് ഇങ്ങനെ അച്ചടിക്കുന്ന കാര്യം ഇവിടെ ഇങ്ങനെ ലോട്ടറി പോലും സത്യത്തിൽ സിക്കിമിൽ അറിയുന്നില്ല എന്നതാണ്. സാന്റിയാഗോ മാർട്ടിനെ ഇന്റർവ്യൂ ചെയ്തതിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. ടിക്കറ്റിന്റെ ആധികാരികത ഇവിടെ പാലക്കാട് ശിവകാശിയിൽ അച്ചടിക്കുന്നത്, തമിഴ്നാട്ടിൽ ശിവകാശിയിലോ പാലക്കാട്ടോ ആണ് അച്ചടിക്കുന്നത് ഈ സിക്കിം ലോട്ടറി. എന്നിട്ട് അത് കേരളത്തിൽ വിൽപ്പന നടത്തുക. അവർക്ക് പോലും അതേക്കുറിച്ച് ധാരണകളില്ല. സിക്കിം സർക്കാരിന് പോലും അതേക്കുറിച്ച് ധാരണകളില്ല. ആരാ അച്ചടിക്കുന്നത്? പ്രൊമോട്ടറായ സാന്റിയാഗോ മാർട്ടിൻ. അതിനുവേണ്ടി അയാളുടെ എല്ലാവിധ സൗകര്യം. കേരളം വലിയ രസം, ഈ കോട്ടികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഇയാൾക്ക് തന്നെയാണ്. ബംഗാളിലും സത്യത്തിൽ ലോട്ടറി സാമ്രാജ്യം ഇയാളുടേതാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. മാർട്ടിന്റെ 2 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങൾ, ഒന്ന് ബംഗാളും ഒന്ന് കേരളവുമാണ്. രണ്ടും ഒരേ പക്ഷ രൂപത്തിൽ ചിന്തിക്കുന്ന ധാരാളം ജനങ്ങളുള്ള പ്രദേശവുമാണ്. അത് നമ്മൾ ചിന്തിക്കണം. തൊഴിലാളികളുടെ പേര് പറയുന്ന സംസ്ഥാനങ്ങളിൽപ്പെട്ട 2 സംസ്ഥാനമാണ്. ഒന്ന് കേരളം, ഒന്ന് ബംഗാൾ. ബംഗാളിലും ഇതേ കളിയാണ് മാർട്ടിൻ കളിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനൊരു വിരോധമില്ല. എല്ലാവർക്കും അറിയാം കാര്യം ഇതാണ്. ടിക്കറ്റുകളുടെ ആധികാരികതയാണ് ഉറപ്പുവരുത്തുന്നത്. ആരാണ് ഉറപ്പുവരുത്തുന്നത്? പ്രസ്സിൽ നിന്ന് പുറത്തു വരുന്നത് കള്ള ടിക്കറ്റിൽ നിന്ന് എന്താണ് ഉറപ്പ്? മാർട്ടിന്റെ മറുപടി, സിക്കിം സർക്കാരിന്റെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ താമസിച്ചിരുന്നു. അവർ ഗോഡൌണിൽ വരാറുണ്ട്. അവരാണ് പരിശോധിക്കുക. എങ്ങനെയുണ്ട് നിങ്ങൾ ചിന്തിച്ചു? ഒരു ദിവസം കോടിക്കണക്കിന് ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്നു. ആരാ പരിശോധിക്കുന്നത്? 2 ഉദ്യോഗസ്ഥന്മാർ. സിക്കിം സർക്കാരിന്റെ 2 ഉദ്യോഗസ്ഥന്മാർ ഗോഡൌണിൽ വരാറുണ്ട്. അവരാണ്. സർക്കാരിന് ഇതേക്കുറിച്ച് ഉത്തരവാദിത്വമില്ല. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഈ രൂപത്തിൽ അതിൽ ആധികാരികമായി ഇത്രയും വലിയ ജനങ്ങളുടെ ഒരു പണം വാങ്ങിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് എങ്ങനെ പിന്നെ അത് അടിക്കും? എങ്ങനെ ജനങ്ങൾ സ്വപ്നത്തിന് പിന്നാലെയാ? വളരെ നമ്മൾ ചിന്തിക്കണം. നക്ഷത്രത്തെ വിഴുങ്ങാമെന്ന് വിചാരിച്ച് നായ വെള്ളം കുടിച്ചതുപോലെയാണ് അങ്ങനത്തെ സ്വപ്ന. അതാണ് സുഫഹാഉൽ അഹ്ലാം. അതാണ് ഊഹക്കച്ചവടങ്ങളെ പോലും ഇസ്ലാം എതിർത്തിട്ടുള്ളത്. ഊഹക്കച്ചവടം പാടില്ല.
ഒരു ഇസ്ലാമിന്റെ കാര്യം കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. പഴങ്ങൾ പോലും അതിന്റെ കേട് തീരുന്നവരെ വൃക്ഷത്തിൽ വെച്ച് വിൽപ്പന നടത്താൻ പാടില്ല. എന്തുകൊണ്ട്? ചതി വരും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആലോചിക്കണം. പഴങ്ങൾ വരെ കേട് തീരുന്നതിന് മുമ്പ് അത് വൃക്ഷത്തിൽ വെച്ച് കച്ചവടം ചെയ്യാൻ പാടില്ല. ബുദു സുലാഹിന് മുമ്പ് വിൽപ്പന നടത്താൻ പാടില്ല. കൃത്യമാണ് കണക്ക്, വളരെ കൃത്യമാണ്. എന്തുകൊണ്ട്? ചതി വരും, ആളുകൾക്ക് അതിൽ വലിയ നഷ്ടമുണ്ടാവും. എന്നാൽ വൃക്ഷത്തിൽ വെച്ച് നോക്കിയിട്ട് ചില ആളുകൾക്ക് കൃത്യമായി കണക്ക് പറയാൻ കഴിയും. ഇത്ര ഉണ്ടായിരിക്കും, ആ കണക്ക് ചിലപ്പോൾ കൃത്യമായിരിക്കും ചെയ്യും. അങ്ങനെ കഴിയും. ഊഹക്കച്ചവടത്തെ പോലും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് മനുഷ്യരെ കട്ടുതിന്നുകയാ, ചതിക്കുകയാ. അപ്പൊ ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ഇത് ആലോചിക്കണം. ഇതൊന്നും ഈ ലോട്ടറി എടുക്കുന്ന ലോട്ടറി ഉണ്ടല്ലോ, ഇത് സിക്കിമിന്റെയും മേഘാലയയുടെ പേരിലൊക്കെ എടുക്കുന്ന ലോട്ടറികൾ, അതാ സർക്കാർ പോലും അറിയുകയില്ല. അതിവിടെ മാർട്ടിനെ പോലെയുള്ള അങ്ങനത്തെ ഒരു മാർട്ടിന്റെ കൈവിലങ്ങ് വെക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? മാർട്ടിനെ കൊണ്ടാണ് ഇവിടെ പലരും ജീവിക്കുന്നത്. 2 കോടി ജനപദ്യത്തിൽ വെച്ച് തിരിച്ചു വാങ്ങിയ മാർട്ടിൻ 25 കോടി മടക്കി കൊടുത്തു എന്ന അഭ്യൂഹവുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊന്നും അല്ല എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? 2 കോടി വാങ്ങിയപ്പോൾ ജനങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. മുമ്പൊരിക്കൽ 2 കോടി പുറത്തായപ്പോഴല്ലേ വിഷയമായത്. 2 കോടി വാങ്ങിയത് ജനങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഈ 2 കോടി പ്രത്യക്ഷത്തിൽ മടക്കി കൊടുക്കുകയും പകരം 25 കോടിയാണ് പുതിയതായി വാങ്ങിയിട്ടുള്ളത് എന്ന അഭ്യൂഹമുണ്ട്. ഇല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് തന്നെ ഈ മാർട്ടിനടക്കമുള്ള ലോട്ടറി തമ്പുരാക്കന്മാരുടെ കൈവിലങ്ങ് എപ്പോഴും വെക്കാമായിരുന്നു. പക്ഷെ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മെ ഭരിക്കുന്ന പലരും ഇതിന്റെയൊക്കെ പിന്നിലാവുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാലും മാർട്ടിനെ പോലെയുള്ള ആളുകൾ ഇരട്ടി തുകയാണ് അവർക്ക് സംഭാവനയായി കൊടുക്കണം. എങ്ങനെയും അവരുടെ സാമ്രാജ്യം വളരെ വിശാല. പകലന്തിയോളം പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ, ആ ആളുകൾ നിങ്ങൾ ചിന്തിക്കണം ഇതിന്റെ ഗൗരവം. ഞങ്ങൾ രാജ്യം മുഴുവൻ വിൽക്കുന്ന കോടിക്കണക്കിന് ടിക്കറ്റുകൾ 2 ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമെന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കുന്ന? ഇന്റർവ്യൂ ഉള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട്. അപ്പോൾ അവർ പറയാ ഓരോ ചാക്കുകൾ നോക്കും. ഒരു ചാക്ക് അങ്ങനെയുള്ള ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുപോവുക ചെയ്യാം. 2 ഉദ്യോഗസ്ഥന്മാരാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ ലോട്ടറി പരിശോധിക്കാൻ 2 ഉദ്യോഗസ്ഥർ. അതെങ്ങനെ വിശ്വാസ്യത? എങ്ങനെ എന്തായിരിക്കും അതിന്റെ വിശ്വാസ്യത? ചുരുക്കത്തിൽ ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്ന ജനങ്ങൾ സത്യത്തിൽ വിഡ്ഢികളാവുക. അവസാനം അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. എത്രയോ കണക്കുണ്ട്. ഇന്നലത്തെ പത്രത്തിലുണ്ട്, ഇന്നുണ്ട് ആത്മഹത്യ ചെയ്തത്. ലോട്ടറി ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. മിനിഞ്ഞാന്ത പത്രത്തിലുണ്ട്, ഇന്നുണ്ട്. ലോട്ടറി കച്ചവടക്കാരൻ തന്നെ ആത്മഹത്യ ചെയ്തു. ലോട്ടറി കച്ചവടക്കാരൻ തന്നെ ആത്മഹത്യ ചെയ്തു. എവിടെയും ലോട്ടറി വിൽപ്പനക്കാരൻ ജീവനൊടുക്കി. കുത്താട്ടുകുളത്ത് ലോട്ടറി വിൽപ്പനക്കാരൻ കിടറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇന്നത്തെ പത്രത്തിൽ ചന്ദ്രിക 4-ാം തീയതി പത്രം. ഇന്നലെ രാവിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മിന്നാത്ത പത്രത്തിലുണ്ട് ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. എവിടെയും എന്തുകൊണ്ട് മനുഷ്യനെ ഒരുതരം സ്വപ്നജീവികളാക്കി മാറ്റുക, എന്നിട്ട് അവരുടെ പണം പിഴുതെടുക്കുക? അതേക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു ശൈലി സർക്കാർ അടക്കം ഒരു തരം കാര്യങ്ങളെക്കുറിച്ചൊന്നൊരു വ്യക്തമായ ധാരണ സർക്കാരിന് പോലും ഇല്ലാതാവുക. ചുരുക്കത്തിൽ പൂർണ്ണമായി ഇതൊരു ചൂതാട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തരം ചൂതാട്ടമാണ്. ഇതിനെതിരെ ജനരോഷം ഇരമ്പേണ്ട ഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും സ്വപ്നത്തിന്റെ ലോകത്ത് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം